SSLC ഇംഗ്ലീഷ് എക്സാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. 6 മാർക്കിനാണ് ചോദ്യം ചോദിക്കാം. നമുക്കറിയാം ഈ ഓണപ്പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. 6 മാർക്ക് നമുക്കതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ ഈ ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചുകൂടാ, അത് പഠിച്ചുകൂടാ? അപ്പം നമ്മുടെ എക്സാം സെപ്റ്റംബർ 4-ാം തീയതിയാണ് ഓണപ്പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി, ഈ ഓണപ്പരീക്ഷയ്ക്ക് ഏതൊക്കെ ക്യാരക്ടർ സ്കെച്ചുകളാണ് ചോദിക്കാൻ സാധ്യത? യെസ്, യു ഗെസ്റ്റ് ഇറ്റ് റൈറ്റ്. ഉറപ്പായിട്ടും 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ച് ദ ബോയ്ഡെയാണ്. ദെൻ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് സ്നേക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുമോ? ഇല്ല. ആരുടെയാണ്? ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം. 3ാമത്തെ ചാപ്റ്റർ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിനെന്തായാലും ക്യാരക്ടർ സ്കെച്ച് വരില്ല, അതൊരു പോയമാണ്. 4ാമത്തെ ചാപ്റ്റർ ദ സ്നേക്ക് ആൻഡ് ദ മിററിൽ സത്യജിത് റായുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയില്ല. അവിടെ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ച് മിസ്റ്റർ തൊറാത്തിൻ്റെതാണ്. ദെൻ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള മൈ സിസ്റ്റർ ഷൂസിൽ നിന്ന് അലിയുടെയോ അല്ലെങ്കിൽ സെഹ്റയുടെയോ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കില്ല. അപ്പോൾ ഇത്രയും ക്യാരക്ടർ സ്കെച്ചുകൾക്ക് സാധ്യതയുണ്ട് നമുക്ക് ഈ വരുന്ന ഓണപ്പരീക്ഷയിൽ. സോ ഈ ഒരൊറ്റ കുഞ്ഞു വീഡിയോയിൽ നമ്മളതിൽ ആദ്യത്തെ ദ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ പോവാണ്. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ദ നെയിം ഓഫ് ദ ചാപ്റ്റർ. നിങ്ങൾ ഏത് ചാപ്റ്ററിൽ നിന്ന് എടുത്തതാണ്, ആ ചാപ്റ്റർ ആരാണ് എഴുതിയത്, അതിൻ്റെ ഓതർ ആരാണ് എന്ന് കൃത്യമായി സ്റ്റേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ആൻഡ് 2ാമതൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും ആ കഥയുടെ സമ്മറി എഴുതി വെക്കാനല്ല നിങ്ങളോട് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയുന്നത്. ആ കഥ വായിച്ച് ആ ക്യാരക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസാണ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്യാരക്ടർ സ്കെച്ചായിട്ട് എഴുതേണ്ടത്. ആൻഡ് ഇതൊരു ചാലഞ്ച് കൂടെയാണ്. ഞാൻ ഒരു റഫ് ഐഡിയ എങ്ങനെയാണ് ദ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്തേണ്ടതെന്ന് റഫ് ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനുശേഷം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള നിങ്ങൾ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കുട്ടികളും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് നിങ്ങൾക്ക് ദ ബോയെക്കുറിച്ച് നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു സെൻറ്റൻസ് എന്ത് ചെയ്യുക? താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ പറഞ്ഞത് വേണ്ട, അല്ലാതെ ഒരു സെൻറ്റൻസ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഉറപ്പായിട്ടും അടുത്തൊരു ലൈവിൽ, നമ്മുടെ ഓണപ്പരീക്ഷയുടെ പബ്ലിക് എക്സാമിൻ്റെ ലൈവൊക്കെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച സെൻറ്റൻസുകൾ എടുത്തിട്ട് ഞാനൊരു ക്യാരക്ടർ സ്കെച്ച് കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരൊക്കെ മെൻഷൻ ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, ദ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. The main character in the story adventures in a banyan tree loves both books and nature. എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം ആരാണത്? ദ ബോയ്. അദ്ദേഹം പുസ്തകങ്ങളെയും പ്രകൃതിയെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കിത് മനസ്സിലായ കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഇല്ല. ഹീ ഫൈൻഡ്സ് ജോയ്. അവൻ സന്തോഷം കണ്ടെത്തുന്നു. ഫൈൻഡ്സ് ജോയ്, സന്തോഷം കണ്ടെത്തുന്നു ഇൻ ദ നാച്ചുറൽ വേൾഡ്, പ്രകൃതിയിൽ. ആൻഡ് എൻജോയ്സ് ബീങ് അറൗണ്ട് ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ്, അല്ലേ? പലതരത്തിലുള്ള ജീവജാലങ്ങളുടെ ചുറ്റുമുണ്ടായിരിക്കുക എന്നുള്ളത് അവന് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യമാണ്. ഇൻ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഗാർഡൻ, ചെക്കൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ there stands an ancient banyan tree. അവിടെ എന്തുണ്ട്? ഒരു വലിയ പുരാതനമായ ബനിയൻ ട്രീ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗ്നിഫിഷൻ എന്ന് പറഞ്ഞ വേർഡ് കൂടെ ആഡ് ചെയ്യാം. The boy has claimed this tree as his own. ഓക്കെ, ഈ ബോയ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലെയിം ചെയ്യുന്നുണ്ട്, അവകാശവാദം പറയുന്നുണ്ട്. എന്ത്? ദ ട്രീ ആസ് ഹിസ് ഓൺ. ആ ട്രീ തൻ്റെ ഓണാണ്, തൻ്റെ സ്വന്തമാണ്, തൻ്റെ ഡൊമൈനാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് വേർ ഹി സ്പെൻഡ്സ് ഹിസ് ആഫ്റ്റർനൂൺസ് റീഡിങ്. ആ മരത്തിൻ്റെ ഹാഫ് വേയിൽ അവനൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അവൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ആൻഡ് ഇഫ് യു റിമെമ്പർ ദ നെയിം ഓഫ് ദ ബുക്സ് യു ക്യാൻ ഓൾസോ ആഡ് ദാറ്റ്. ഇനി ഹീ റീഡ്സ് ഓൾ സോർട്സ് ഓഫ് ബുക്സ്. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കാറുണ്ട്. നോക്കൂ, നമ്മൾ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ബോയെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ ഹീ റീഡ്സ് ഓൾ സോർട്സ് ഓഫ് ബുക്സ്, എസ്പെഷ്യലി അഡ്വഞ്ചർ സ്റ്റോറീസ്, അല്ലെ? കൂടുതൽ വായിക്കുന്ന അഡ്വഞ്ചർ സ്റ്റോറീസാണ്. ഹക്കിൾബറി ഫിൻ, ദെൻ മൗഗ്ലി സ്റ്റോറീസ്, ദെൻ ട്രഷർ ഐലൻഡ്, ഇതൊക്കെ അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ്. ആൻഡ് നോവൽസ്. വെൻ ഹീ ഈസ് നോട്ട് റീഡിങ്, പുസ്തകം വായിക്കാതിരിക്കുന്ന സമയത്ത്, ഹീ സിറ്റ്സ് ഓൺ ദ പ്ലാറ്റ്ഫോം എൻജോയിങ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. പ്രകൃതിയിലെ ശബ്ദങ്ങളും കാഴ്ചകളും ആസ്വദിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാം. അടുത്ത പാരഗ്രാഫിലോ, ഹീ കെയർസ് ഡീപ്ലി ഫോർ ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് കീപ്സ്
പെറ്റ് ആനിമൽസ്. അവൻ എല്ലാ മൃഗങ്ങളെയും അല്ലെങ്കിൽ ക്രീച്ചേഴ്സിനെ, ജീവജാലങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? കെയർ ചെയ്യുന്നുണ്ട്. അവന് പെറ്റ് ആനിമൽസ് ഉണ്ട്. വൺ ഓഫ് ഹിസ് ഫ്രണ്ട് ഇസ് എ സ്ക്വിറൽ ദാറ്റ് ലീവ്സ് ഇൻ ദ ബനിയൻ ട്രീ. അല്ല, അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ ആരാണ്? വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട് എന്നാണ് ഞാൻ വായിച്ചത്, സോറി. ഫ്രണ്ട്സ് ആരാണ്? ഒരു സ്ക്വിറലാണ്. ദ സ്ക്വിറൽ ഈവൻ ടേക്സ് ഫുഡ് ഫ്രം ഹിസ് പോക്കറ്റ്. ആ സ്ക്വിറൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫുഡ് എടുക്കുക പോലും ചെയ്യാറുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ക്വിറലിനെ കുറിച്ച് അഡീഷണലി പറയാം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഇനീഷ്യലി ദ സ്ക്വിറൽ വാസ് അഫ്രൈഡ് ഓഫ് ദ ബോയ്, ബട്ട് വെൻ ദ സ്ക്വിറൽ ഫൗണ്ട് ദാറ്റ് ദ ബോയ് ഹാഡ് നോ ഇൻറ്റൻഷൻ ഓഫ് ഹാമിങ് ഇറ്റ് ബിക്കെയിം ഫ്രണ്ട്ലിയർ. പക്ഷേ അപ്പോൾ നമ്മൾ സ്ക്വിറലിനെ കുറിച്ച് കൂടുതൽ പറയുന്ന പോലെ തോന്നും. വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയോ, അഡീഷണലി ഹി ഹാസ് എ പെറ്റ് വൈറ്റ് റാറ്റ് വിച്ച് ഹിസ് ഗ്രാൻഡ് ഫാദർ ബോട്ട്, ഓർ ദാറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദർ ബോട്ട്. സോ ഗ്രാൻഡ് ഫാദർ വാങ്ങിയൊരു വൈറ്റ് റാറ്റ് അവൻ്റെ പെറ്റായിട്ടുണ്ട്. He often brings this rat to the banyan tree. അവൻ പലപ്പോഴും ഈ റാറ്റിനെ ബനിയൻ ട്രീയിൽ കൊണ്ടുപോകാറുണ്ട്. where it befriends എന്ന് പറഞ്ഞാൽ എന്താ? സൗഹൃദത്തിലാക്കുന്നു എന്നാണ്, ചങ്ങാത്തത്തിലാകുന്നു എന്നാണ്. where it befriends one of the squirrels. ആ വൈറ്റ് റാറ്റ് അവിടുത്തെ സ്ക്വിറൽസിൽ ഒരാളുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നു. eventually അവസാനം this squirrel gives birth to 3 baby squirrels. ഈ സ്ക്വിറൽ 3 white baby squirrelsന് ബർത്ത് കൊടുക്കുന്നു. which brings great joy to the boy and his grandparents. ഇത് അവൻ എന്ത് കൊടുക്കുന്നുണ്ട്? അവന് വലിയ സന്തോഷവും എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ് എന്നുള്ള എപ്പിസോഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം അതെങ്ങനെ ബോയുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതെങ്ങനെ ബോയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്യാരക്ടർ സ്കെച്ചാണ്. ദെൻ നമുക്ക് എപ്പോഴും ഒരു ക്ലോഷർ വേണം. അതായത് നമുക്കത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടെ പറയണം. നോക്കൂ, ദ പ്രോട്ടഗോണിസ്റ്റ് ഓഫ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മേജർ ക്യാരക്ടർ എന്നാണ്, പ്രധാന കഥാപാത്രം എന്നാണ്. സോ ഇവിടെ പ്രധാന കഥാപാത്രം ആരാണ്? ഉറപ്പായിട്ടും ദ ബോയ് ആണ്. ഈസ് എ ബോയ് വിത്ത് എ ഡീപ്പ് ലവ് ഫോർ ബുക്സ് ആൻഡ് നേച്ചർ. സോ നമ്മളിങ്ങനെ സമ്മറൈസ് ചെയ്യാണ്. അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ബോയ് ഒരു ഡീപ്പ് ലവർ ഓഫ് ബുക്സ് ആൻഡ് നേച്ചറാണ്. ഹീ ഫൈൻഡ്സ് എൻചാൻമെൻറ്റ് ഇൻ ദ നാച്ചുറൽ വേൾഡ്. പ്രകൃതിയിൽ അവൻ എന്ത് കണ്ടെത്തുന്നു? എൻചാൻമെൻറ്റ്, ആനന്ദം അല്ലെങ്കിൽ അത്ഭുതം കണ്ടെത്തുന്നു. ആൻഡ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിക്കെയിം ഹാപ്പി. ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷിക്കുന്നു എന്നാണ്. ബിക്കംസ് ഹാപ്പി എന്നാണ്. ഇൻ ദ കമ്പനി ഓഫ് ഇറ്റ്സ് ഡൈവേഴ്സ് ക്രീച്ചേഴ്സ്. അതിലെ വ്യത്യസ്ത ജീവജാലങ്ങളിൽ അവൻ എന്ത് ചെയ്യുന്നു? സന്തോഷം കണ്ടെത്തുന്നു. സോ ദിസ് ഈസ് ജസ്റ്റ് എ സ്ട്രക്ചർ. ഇങ്ങനെ തന്നെ എഴുതണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ എക്സൈറ്റഡ് ആണ്. നിങ്ങളുടെ എന്ത് ചെയ്യാം? കമൻറ്റ് യുവർ സെൻറ്റൻസ് എബൌട്ട് ദ ബോയ് ഇൻ ദ കമൻറ്റ് ബോക്സ്. സോ ഈ കമൻറ്റ് ബോക്സിൽ ഇനി കാണേണ്ടത് എന്താണ്? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് തന്നിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ബോയെക്കുറിച്ച് നിങ്ങൾ എഴുതിയ ക്യാരക്ടർ സ്കെച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ്, അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമായാലും കുഴപ്പമൊന്നുമില്ല, ആ സെൻറ്റൻസ് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഒറ്റ കാര്യം കൂടെ പറയുകയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അസ്ത്ര 2.0 ബാച്ചിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് അടുത്തെത്തി. സെപ്റ്റംബർ 4-ാം തീയതിയാണ് ഓണപരീക്ഷ. ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, കുറേ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്റർ മുതൽ കൃത്യമായി പഠിച്ചു തുടങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്ത്രയിൽ ജോയിൻ ചെയ്യാം. സോ അസ്ത്രയിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്താം. സോ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സോ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി.